എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു ലിസ്റ്റാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. കൃത്യമായി ഈ ലിസ്റ്റ് ലൈൻ ബൈ ലൈനായിട്ടൊന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ലിസ്റ്റ്? സാധാരണ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന ലിസ്റ്റിനേക്കാളും വലുപ്പമുള്ള ഈ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടും പല ടീച്ചേഴ്സും ഇത്തരത്തിലുള്ള ചാനൽ വഴി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സെഷനുകളൊന്നും തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന് ഓർക്കുക, പോർഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഇല്ലാതെ അങ്കണവാടി പ്രവർത്തനങ്ങൾ പൂർണ്ണമാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പോർഷൻ ട്രാക്കർ എന്നതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആയതിലേക്ക് ദിനംതോറും ഓരോ അപ്ഡേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ അപ്ഡേഷനുകളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എന്താണെന്നും എങ്ങനെയാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതെന്നും ഇതെല്ലാം കൃത്യമായി പരാതിയില്ലാത്തൊരു സേവനം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേഷനുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ അപ്ഡേഷനും പറഞ്ഞു വെക്കുന്നത് ഓരോ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റ് കാണുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ പല ടീച്ചേഴ്സും ഇത് നമ്മളെയൊന്നും ബാധിക്കാത്ത കാര്യങ്ങളാണ്, ഇത് നോർത്തിലുള്ള സ്റ്റേറ്റുകളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള തോന്നലുള്ള കുറേയധികം ടീച്ചേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ ടീച്ചേഴ്സും ഒന്ന് ഓർക്കുക, പോർഷൻ ട്രാക്കർ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഒരിക്കലും തന്നെ അംഗൻവാടിയിൽ പ്രാവർത്തികമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ സുതാര്യമായ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് ഉതകുന്ന രീതിയിൽ അവർക്ക് സേവനങ്ങളൊക്കെ തന്നെ പരാതികളില്ലാതെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേഷനുകളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി അത് പോർഷൻ ട്രാക്കറിലൂടെ പ്രാവർത്തികമാക്കണം. അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്, അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതെല്ലാം കൃത്യമായി ലളിതമായി നിങ്ങളിലേക്ക് നമ്മൾ ഇത്തരത്തിൽ സെഷൻ ചെയ്യുന്ന സമയം അതൊന്നും തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ അതൊന്നും വകവെക്കാതെ പോകുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇനി മുതൽ അത് ശ്രദ്ധിക്കണം. ഈ ലിസ്റ്റ് പരിശോധിക്കണം, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതെങ്ങനെ നിങ്ങൾ പ്രയോഗിക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കൃത്യമായി അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. 25.2.6 അതാണ് പുതിയ വേർഷൻ. അതിൽ ഒരുപാട് മാറ്റങ്ങളാണ് കടന്നുകൂടിയിട്ടുള്ളത്. ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഗുണഭോക്താക്കൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ സേവനങ്ങൾ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാർ വയ്ക്കുന്നത്. അത് ഏറ്റെടുത്ത് ചെയ്യേണ്ട നേതൃത്വത്തിലുള്ള ആളുകളാണ് നമ്മൾ അംഗൻവാടി പ്രവർത്തകർ. ആയതുകൊണ്ട് തന്നെ പോർഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യുന്ന രീതികളും പോർഷൻ ട്രാക്കറിലേക്ക് വന്ന മാറ്റങ്ങളും കൃത്യമായി അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യമായി വന്നിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള മാറ്റങ്ങളൊക്കെ തന്നെ സെപ്പറേറ്റ് ഓരോ സെഷനുകളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കിയാണ് നമ്മൾ വിവരിക്കുന്നത്. കൃത്യമായി എല്ലാ സെഷനും നിങ്ങൾ സമയം കണ്ടെത്തി കാണുകയും മനസ്സിലാക്കുകയും അതെല്ലാം പ്രാവർത്തികമാക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അംഗൻവാടി പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിൽ ആദ്യത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് FRS ഫോർ നോൺ ആധാർ ബെനിഫിഷ്യറീസ് ഫേസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഡ്യൂറിങ് ദി അഡീഷൻ ഓഫ് ന്യൂ നോൺ ആധാർ ബെനിഫിഷ്യറി. നമുക്കറിയാം, അംഗൻവാടിയിൽ നിന്നും സേവനം സ്വീകരിക്കുന്ന ഏതൊരു ഗുണഭോക്താവിനും FRSഉം KYC നിർബന്ധമാണ് എന്നുള്ളത്. അതായത് 2-way ഓതൻറ്റിക്കേഷൻ ചെയ്തവർക്ക് മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ നമുക്ക് THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആധാർ നിർബന്ധമാണ്. ആധാർ നിർബന്ധമായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ നമുക്ക് പോർഷൻ ട്രാക്കറിലൂടെ സാധ്യമാവുകയുള്ളൂ. എന്നാൽ ആധാർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം ഒരുപാട് സാങ്കേതിക തടസ്സം നമ്മൾ ഗുണഭോക്താക്കളെ നേരിടുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷം ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഫേവറായിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. അതായത് ഒരു ഗർഭിണി ആയിക്കോട്ടെ, ലാക്റ്റേറ്റ് മദർ ആയിക്കോട്ടെ, അവർക്ക് യഥാസമയം ഇത്തരത്തിലുള്ള അർഹതപ്പെട്ട THR ഉൾപ്പെടെയുള്ള സേവനം അംഗനവാടിയിൽ നിന്ന് മുടക്കം കൂടാതെ ഒന്നാമത്തെ മാസം മുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആധാർ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ആധാറിനായി അപേക്ഷിക്കുന്ന സമയം അവർക്ക് പല സാങ്കേതിക പ്രശ്നം കൊണ്ട് മുടക്കം വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആധാർ കാർഡ് കിട്ടാതെ വരുന്ന സമയം പോർഷൻ ട്രാക്കറിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് THR മുടങ്ങുന്ന സാഹചര്യം. ഇതിനൊരു പരിഹാരമായിട്ടായിരുന്നു കഴിഞ്ഞൊരു അപ്ഡേഷനിൽ ആധാർ ഇല്ലെങ്കിലും പ്രഗ്നൻറ്റിനും ലാക്ടേറ്റിങ്ങിനും അവർക്ക് മറ്റ് ID പ്രൂഫ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ സാധ്യമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിർബന്ധമായി FRS വന്നിട്ടുണ്ട്. അതായത് മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തി FRS നിർബന്ധമാക്കിയില്ല. എന്നാൽ ഒരു മാസത്തിന് ശേഷം മറ്റ് ID പ്രൂഫ് ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്താലും അവരുടെ FRS ഫേസ് വെരിഫിക്കേഷൻ ചെയ്താലേ THR കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ ഒരു ഗുണഭോക്താവിനെ ആധാർ കാർഡ് ഇല്ലാതെ മറ്റ് ID പ്രൂഫ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയം അവിടെ FRS നിർബന്ധമായിട്ട് എടുക്കണം. നിലവിൽ നമ്മൾ മുന്നെടുത്തിട്ടുണ്ടാവും ഇത്തരത്തിൽ ആധാർ ഇല്ലാതെ മറ്റ് ID പ്രൂഫ്, അവർക്കും ഇത് ബാധകമാണ്. പുതുതായിട്ട് ഇനി ആധാർ ഇല്ലാതെ മറ്റ് രേഖപ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് FRS ബാധകമാണ്. ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ ആധാർ ഇല്ലാത്ത സാഹചര്യം വരികയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആദ്യത്തെ അപ്ഡേഷൻ ഇതാണ്, അത് കൃത്യമായി മനസ്സിലാക്കുക.
അപ്പോൾ ആധാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും FRS നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ ആധാർ ഇല്ലാത്ത ആളുകളെ മറ്റ് ID പ്രൂഫ് വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ ആധാർ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളെ നമുക്ക് FRS ചെയ്യാത്ത രീതിയിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ FRS നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ നേരത്തെ വന്നത് പ്രകാരം ആധാർ ഇല്ലെങ്കിൽ അവർക്ക് ആധാറിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയം എൻറോൾമെൻറ്റ് ID അവർക്ക് കിട്ടും. ആധാർ എൻറോൾമെൻറ്റ് ID അത് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയം 3 മാസം വരെ അവർക്ക് THR കൊടുക്കാൻ സാധിക്കും. എന്നാൽ ആധാർ എൻറോൾമെൻറ്റ് ID തന്നെ ഇല്ലാത്ത ഗുണഭോക്താവിന് ആദ്യത്തെ മാസം നമുക്ക് THR കൊടുക്കാൻ സാധിക്കും. എന്നാൽ അവിടെയും FRS നിർബന്ധമാണ്. രണ്ടാമത് പറഞ്ഞു 3 മാസം വരെ അവർക്ക് ആധാർ എൻറോൾമെൻറ്റ് ID ഉപയോഗപ്പെടുത്തിക്കൊണ്ട് FRSലൂടെ THR കൊടുക്കാൻ സാധിക്കും. ഈ 3 മാസം കഴിയുമ്പോൾ നിർബന്ധമായിട്ടും അവരുടെ ആധാർ കാർഡ് കയ്യിൽ കിട്ടും. ആധാർ കാർഡ് വെച്ച് അവരെ അപ്ഡേറ്റ് ചെയ്ത് പ്രൊഫൈൽ മാറ്റിയെടുക്കണം. അതിനുശേഷം സാധാരണഗതി പോലെ തന്നെ FRSും കൂടെ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ ഗുണഭോക്താവ് ആധാറിന് വേണ്ടി അക്ഷയ വഴി CSC കേന്ദ്രങ്ങൾ വഴി അപേക്ഷ കൊടുക്കുന്ന സമയം അവർക്കൊരു എൻറോൾമെൻറ്റ് ID കിട്ടും. ആ സ്ലിപ്പിനകത്ത് ആ എൻറോൾമെൻറ്റ് ID ഉണ്ടാവും. ആ ആധാർ എൻറോൾമെൻറ്റ് ID ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം ഇവരെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയം 3 മാസം വരെ FRSലൂടെ അവർക്ക് THR കൊടുക്കാൻ സാധിക്കും. അവിടെയും FRS നിർബന്ധമാണ്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് അവർ തുടക്കത്തിൽ അവർക്ക് ആധാറിന് വേണ്ടി അപേക്ഷിക്കാത്തൊരു ഗുണഭോക്താവ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ തുടക്കത്തിലെ ആദ്യത്തെ മാസത്തിൽ എൻറോൾമെൻറ്റ് ID ഇല്ലെങ്കിലും, അതായത് അവർ ആധാറിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല എന്നിരുന്നാലും അവർക്ക് ആദ്യത്തെ 1 മാസം FRSലൂടെ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള THR കൊടുക്കാൻ സാധിക്കും. എന്നാൽ 2ാമത് മാസം വരുമ്പോൾ സമയത്തേക്കും അവർക്ക് ആധാർ എൻറോൾമെൻറ്റ് IDയോ ആധാർ കാർഡോ നിർബന്ധമാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഗുണഭോക്താക്കളോട് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് ആദ്യം നിങ്ങൾ അറിയണം. അതെങ്ങനെ പോർഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നറിയണം. കൃത്യമായി ഇതെല്ലാം ഒരു ഗുണഭോക്താവ് വരുന്ന സമയം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു പ്രഗ്നൻറ്റ് വരുന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കണം. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കാലപ്പഴക്കം ചെന്നതാണോ, അതായത് 10 വർഷത്തിൽ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തതാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആധാർ കാർഡേ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എൻറോൾമെൻറ്റ് ID ഉണ്ടോ എന്നറിയണം. എൻറോൾമെൻറ്റ് ID ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ അക്ഷയ വഴി എൻറോൾമെൻറ്റ് ചെയ്ത് ആധാർ കാർഡ് എടുക്കാനുള്ള നിർദ്ദേശം കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഓരോ അപ്ഡേഷനുകളും എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, നമ്മളെങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോഷക ഭാഷ എന്ന ഈ ചാനൽ കൃത്യമായി ഫോളോ ചെയ്ത് ഓരോ വീഡിയോസും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു.